2 മണിക്കൂർ 7 മിനിറ്റ് റൺ ടൈം നമ്മുടെ കണ്ണ് നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും ചിരിപ്പിക്കാനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ അകത്ത് ഇൻജെക്ട് ചെയ്യാനും അഭിഷൻ ജീവന്തിന്റെ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മെയ് മാസം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ. കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അസല് സദ്യ കഴിച്ച് ഫീലാണ് കിട്ടിയത്. അവസാനമായിട്ട് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നിയത് മെയ്യഴകൻ എന്ന സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴായിരുന്നു. ഒരു നിമിഷം പോലും ബോറടിക്കാണ്ട് ഈ ശ്രീലങ്കൻ കുടുംബത്തിന്റെ ജീവിതം നമ്മളിരുന്ന് കാണും. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ അഭിഷൻ ജീവന്ത്. തകർപ്പൻ ഡയറക്ഷൻ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു 25 വയസ്സുകാരൻ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്, എന്താണ് തോന്നിയത്, അത് ഒരു കുറവില്ലാണ്ട് തന്നെ കാണുന്ന ആൾക്കാർക്കും തോന്നും. മോസ്റ്റ്ലി നന്മ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണിച്ചാൽ നമ്മൾ തന്നെ ചിന്തിക്കും, ഓ ഇത് കുറച്ച് ഓവറാകുന്നില്ലേ. പക്ഷെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തോന്നലേ വരില്ല. അത്രയും രസത്തോടെ അത്രയും ഫീലോടെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയെ പറ്റി ഇത്രയും പറയാനുള്ളൂ. ഒരു ശ്രീലങ്കൻ കുടുംബത്തിന്റെ സങ്കടം, സന്തോഷം, തമാശകള്, വിഷമങ്ങള്, സ്ട്രഗിൾസ്, ടെൻഷൻ, ഇതെല്ലാം ഒരു കാണിക്കുന്ന ഒരു പോസിറ്റീവ് സിനിമ. അതാണ് ടൂറിസ്റ്റ് ഫാമിലി. ഇതിലെ പെർഫോമൻസുകളും അങ്ങനെ തന്നെ. കഴിഞ്ഞ 2 സിനിമകളായി എം ശശികുമാർ എന്ന ആക്ടർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയോധ്യ ആയിക്കോട്ടെ, ഗരുഡൻ ആയിക്കോട്ടെ, ആ ഒരു ഗോഡ് മോഡ് പെർഫെക്റ്റ് ഫാദർ ക്യാരക്ടർ തന്നെ ഇതിനകത്ത് നല്ല വൃത്തിക്ക് തന്നെ എം ശശികുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിമ്രൻ നല്ല കിടിലനായിട്ട് അമ്മവേഷവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആവേശത്തിലെ പയ്യൻ മിഥുൻ ജയശങ്കർ ഒരു മൂത്ത പയ്യന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ സേഫ് ആയിരുന്നു ആ ഒരു റോൾ അവന്റെ കയ്യിൽ തന്നെ. പിന്നെ ഇതിലൊരു കൊച്ചു പയ്യനുണ്ട് കമലേഷ്. ഷോ സ്റ്റീലർ ആണെന്ന് തന്നെ പറയും. എന്തൊരു രസമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് സംക്രാന്തിക്ക് വസ്തു എന്ന സിനിമയിലേക്ക് എന്തൊരു കൊച്ചു പയ്യനുണ്ട്, വളരെ ക്യൂട്ടായിട്ട് പെർഫോം ചെയ്ത പയ്യൻ. ആ ഒരു റോളൊക്കെ പോലെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്തത്. വരുന്ന ഓരോ സീനുകളും സ്വന്തമാക്കിക്കൊണ്ട് ആ പയ്യൻ പോയായിരുന്നു. പിന്നെ യോഗി ബാബു, MS ഭാസ്കർ, രമേശ് തിലക്, എലാങ്കോ കുമരവേൽ, ശ്രീജ രവി, യോഗലക്ഷ്മി, ഇവയും അവരുടെ റെസ്പോൺസ് നല്ല ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഡയറക്ടറായ അഭിഷൻ ജീവന്തും ഇതിനകത്തൊരു കള്ളൂടിന്റെ വേഷം പ്ലേ ചെയ്തിട്ടുണ്ട്. അയാൻ വളരെ നന്നായിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ബൈ ഷോൺ റോൾഡൻ. ഈ ഒരു ഹാപ്പി പോസിറ്റീവായ സിനിമേനെ വളരെ കൂടുതൽ ഹാപ്പി ആക്കാനും ഒരു ഒരു സന്തോഷം നിറയ്ക്കാനും ആ ഒരു ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ബൈ അരവിന്ദ് വിശ്വനാഥൻ. നല്ല വിഷ്വൽസും നല്ലൊരു മൂഡ് തന്നെ സിനിമയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് വാസ് അപ് ടു ദ മാർക്ക്. ഓവറോൾ ഒരു കിഡിലൻ ഫീൽ ഉള്ള നമ്മുടെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. മേഴകൻ എന്ന സിനിമ തിയേറ്ററിൽ മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുവാണെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമ ഒരിക്കലും മിസ് ചെയ്യേണ്ടതിന്റെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. മസ്റ്റ് വാച്ച്.